ശ്രീ അണ്ണാമലൈ കോയമ്പത്തൂരിലെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് നോമിനേഷൻ സമർപ്പിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. അതിന്റെ തത്സമയം சார் மற்றவங்க கொஞ்சம் வெளியில் போயிருங்க சார். 5 பேர் கொஞ்சம் 5 பேர் தான் சார். வாங்க சார். किरण सर प्लीज सर सर make it down give up मैडम கொஞ்சம் பின்னாடி மேடம் 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 ஸ்லைட் கொஞ்சம் கிராஸ் ஆகுது கொஞ்சம் கிராஸ் ஓகே சார் கொஞ்சம் சார் തമിഴ്നാട് BJP സംസ്ഥാന അധ്യക്ഷനും കോയമ്പത്തൂരിലെ സ്ഥാനാർത്ഥിയുമായ കെ അണ്ണാമലൈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ്. അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വിവരങ്ങൾ നൽകാൻ അരുൺ ആലത്തൂരുണ്ട്. അരുൺ, എന്നാലും കെ അണ്ണാമലൈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിൻ്റെ ദൃശ്യങ്ങളാണല്ലോ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, തമിഴ്നാട്ടിൽ അണ്ണാമലൈ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ അണ്ണാമലൈ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ വലിയ ചോദ്യചിഹ്നമായിരുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസമായിരുന്നു ഈ BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് അണ്ണാമലയുടെ പേര് കോയമ്പത്തൂരിൽ പ്രഖ്യാപിച്ചത്. കോയമ്പത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നம்பிக்கைയും കട്ടുപാടും കൊണ്ടിരിപ്പേൻ என்றும் இந்திய நாட்டின் முழு முதல் ஆட்சிமையும் ஒருமைப்பாட்டையும் நிலைநிறுத்துவேன் என்றும் ஆண்டவன் மீது சூளுரைத்து உறுதி கூறுகிறேன். കാൽനട യാത്ര ഉൾപ്പെടെ നടത്തിയിരുന്നു. ആ യാത്രയിലൊക്കെ വലിയ സ്വീകാര്യതയായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത്. IPS പദവിയും മറ്റും ഉപേക്ഷിച്ചുകൊണ്ട് അണ്ണാമലൈ BJPയിൽ ചേർന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ഒപ്പം അദ്ദേഹം കഴിഞ്ഞ 10 വർഷ കാലയളവിൽ നടത്ത വികസനവും മറ്റും കണ്ടുകൊണ്ടാണ് അണ്ണാമലൈ ഇത്തരത്തിൽ BJPയിലേക്ക് എത്തിയത്. അതിനുശേഷം തമിഴ്നാട്ടിൽ വലിയ ഒരു പരിവർത്തനമാണ് അണ്ണാമലൈ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ തമിഴ്നാട്ടിൽ BJP എല്ലാ കാലത്തും AIDMKയുടെയും മറ്റും ഒപ്പം നിന്നായിരുന്നു മത്സരിച്ചിരുന്നത്. പക്ഷെ ചരിത്രത്തിൽ ആദ്യമായി ഇത്തവണ കൂടുതൽ സീറ്റുകളിൽ ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുന്നു എന്നുള്ളതും പ്രത്യേകതയാണ്. ഏതായാലും ഈ ഒരു സാഹചര്യത്തിലാണ് അണ്ണാമലൈ തന്നെ മത്സരിക്കുന്നത്. ഈ കോയമ്പത്തൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം BJP നേരത്തെ CP രാധാകൃഷ്ണൻ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ് ഈ കോയമ്പത്തൂർ മണ്ഡലം. ആ മണ്ഡലത്തിലാണ് ഇപ്പോൾ അണ്ണാമലൈ ഏതായാലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. അണ്ണാമലൈ മത്സരിക്കുന്നതിലൂടെ ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ് BJPക്കും NDAയ്ക്കും ഉള്ളത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം എന്നുള്ളത്, നേരത്തെ ഇവിടെ CPM ആയിരുന്നു കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്നത്. DMKയുടെ ഉൾപ്പെടെ കോൺഗ്രസിന്റെ നാമനിർദ്ദേശ പത്രിക വരണാധികാരിക്ക് സമർപ്പിക്കുന്നതിന് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. അരുണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.